ഹോർമുസിൽ വീണ്ടും യുദ്ധഭീഷണി. ചെങ്കടലിൽ ഹൂതി ആക്രമണങ്ങളും. യമൻ തീരത്ത് കപ്പലുകൾ ലക്ഷ്യമാക്കി ആക്രമണം കടുപ്പിക്കുന്നു. പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട സമുദ്രപാതകൾ ഓരോന്നായി ഇങ്ങനെ പ്രതിസന്ധിയിലാകുമ്പോൾ ഏറ്റവും വലിയ ആശങ്കയിൽ കഴിയുന്നത് ലോക വ്യാപാരവും ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയും തന്നെയാണ്. 3 ആഴ്ച മുൻപായിരുന്നു ഇന്ത്യൻ പതാകയേന്തിയ MSV ഫൈസ്നൂരി ഉലിയ എന്ന കപ്പൽ യമൻ തീരത്ത് ആക്രമിക്കപ്പെട്ടത്. അന്ന് കപ്പലിലുണ്ടായിരുന്ന 14 പേരെ യമൻ തീരസേന രക്ഷപ്പെടുത്തി. അതിൽ 13 പേരും ഇന്ത്യക്കാർ. ജീവൻ രക്ഷിക്കാനായത് ആശ്വാസകരമാണെങ്കിൽ പോലും സമുദ്രപാതകളിലെ പ്രതിസന്ധി അവസാനിച്ചിട്ടില്ല എന്നാണ് ഇന്ത്യൻ മാരിടൈം ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് കമഡോർ അനിൽ ജയ്സിംഗ് പറയുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ കുറഞ്ഞത് 10 ഇന്ത്യൻ നാവികർക്ക് തന്നെ ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. ലോകമെമ്പാടുമുള്ള സമുദ്ര ഗതാഗത മേഖലയിലെ തൊഴിലാളികളിൽ വലിയൊരു പങ്കും ഇന്ത്യക്കാർ. ഏകദേശം 3,20,000-ലധികം ഇന്ത്യക്കാർ കപ്പൽ ജോലികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പലരും വിദേശ രാജ്യങ്ങളുടെ പതാകയേന്തിയ കപ്പലുകളിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിടുക്കിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. രാജ്യത്തേക്ക് എത്തുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം പകുതിയും പ്രകൃതിവാതകത്തിന്റെ 90% ഈ പാതയിലൂടെയാണ് കടന്നുവരുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമുസിൽ സംഘർഷം രൂക്ഷമായാൽ അതിന്റെ പ്രത്യാഘാതം എണ്ണവിലയിൽ മാത്രം ഒതുങ്ങില്ല. കപ്പൽ യാത്ര വൈകും, ഇൻഷുറൻസ് പ്രീമിയം ഉയരും, ചരക്കുനീക്ക ചെലവ് കൂടും. ഒടുവിൽ ഈ മുഴുവൻ അധിക ഭാരവും സാധാരണക്കാരുടെ പോക്കറ്റിലേക്ക് എത്തും. യുദ്ധത്തിന് മുന്നോടിയായി ബാരലിന് $65 എണ്ണവില പിന്നീട് $115 വരെ ഉയർന്നു. ഈ ആശങ്കയുടെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. ഏകദേശം ഇരട്ടിയോളം. ഹോർമുസിന് പുറമെ ചെങ്കടലിലും പ്രതിസന്ധി തുടരുന്നുണ്ട്. ഹൂതി ആക്രമണങ്ങളെ തുടർന്ന് കപ്പലുകൾക്ക് സുരക്ഷിതമായ പാത കണ്ടെത്തുന്നത് പോലും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കപ്പലുകൾക്ക് സുരക്ഷിതമായ ഒരു ഇടനാഴി ഒരുക്കണമെന്ന ആവശ്യം ഇന്ത്യ ഇപ്പോൾ UN രക്ഷാസമിതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥിതിഗതികൾ ഉടൻ സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്നൊരു പ്രതീക്ഷ വളരെ കുറവും. സൗദി അറേബ്യയും UAEയും ഒമാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബദൽ കയറ്റുമതി മാർഗങ്ങൾ തേടുകയാണ്. പക്ഷേ ഇത് അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 80 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഗൾഫ് മേഖലയിലെ സംഘർഷം ഇന്ത്യക്കാർക്ക് നേരിട്ടുള്ള ആശങ്കയാണ്. എണ്ണവില, പ്രവാസി സുരക്ഷ, തൊഴിൽ മേഖല, ഗൾഫിൽ നിന്നുള്ള പണമൊഴുക്ക്, അങ്ങനെ പശ്ചിമേഷ്യയിലെ കടൽപാതകൾ അടഞ്ഞുകിടന്നാൽ അതിന്റെ പ്രത്യാഘാതം ഏറ്റവും ഒടുവിൽ നമ്മുടെ വീടുകളിലേക്കും എത്തുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.